ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സിഡ്നിയിലെ വളരെ സ്പെഷ്യലായൊരു ക്രിസ്മസ് ഇവൻറ്റിലേക്കാണ് കേട്ടോ. ഇത് വെറും ഒരു സെലിബ്രേഷൻ അല്ല, ഒരു സൂപ്പർ ഇവൻറ്റ് തന്നെയാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ ക്രിസ്മസ് എന്നത് നമ്മൾ ഇന്ത്യയിൽ കണ്ടതിൽ വെച്ച് നിന്ന് കുറച്ച് വ്യത്യാസമാണ്. വ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ചെറിയൊരു റിക്വസ്റ്റ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിലേക്ക് പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഞങ്ങളവിടെ നിന്ന് ഡാർലിംഗ് ഹാർബർ ഒരു 30 മിനിറ്റ്സ് ട്രാവലാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല തിരക്കായി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ എത്തിയ ടൈം കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ലൊക്കേഷനും കറക്റ്റായിട്ട് കിട്ടി വീഡിയോസൊക്കെ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ. ഇവിടുത്തെ ഓരോ ലൊക്കേഷനും നമുക്ക് ഇൻസ്റ്റഗ്രാമിന് ഫോട്ടോ സ്പോട്ടുകളാണെന്ന് തോന്നും കേട്ടോ. പിന്നെ ലൈറ്റും കളേഴ്സും എല്ലാം ചേർന്നൊരു സൂപ്പർ ഫീലാണ്. നമ്മൾ നടക്കുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ മ്യൂസിക്സൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാതെ തന്നെ മനസ്സിലൊരു സന്തോഷം വരും. ഇത്തരത്തിലുള്ള നിമിഷങ്ങളാണ് നമ്മൾ നമ്മുടെ വീടിനെയും നമ്മുടെ നാട്ടിലെ ക്രിസ്മസിനെയും, നാട്ടിൽ നമ്മുടെ ക്രിസ്മസ് കരോളൊക്കെ വരുമല്ലോ ക്രിസ്മസ് അടുപ്പിച്ച്, അതൊക്കെ ഓർമ്മ വരും കേട്ടോ. ഈ നാട്ടിൽ നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷനാണല്ലോ ഓർമ്മ വരുന്നത്, 10 ദിവസം വെക്കേഷൻ. അപ്പോൾ അതിൻ്റെ സന്തോഷ നിമിഷങ്ങളും ഒക്കെ ഓർമ്മ വരും. ഇനി എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇത് ഈ ഡാർലിംഗ് ഹാർബറിലുള്ള ഫ്ലോട്ടിംഗ് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ അതിനിപ്പം ലൈറ്റ്സ് കൊടുക്കാൻ പോവുക. അതിങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇങ്ങനെ ജെറ്റിൽ വന്നാണ് കേട്ടോ ലൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്രിസ്മസിൻ്റെ മ്യൂസിക്സും ഒക്കെ കേൾക്കുന്നുണ്ട് അവിടെ. ഇവിടെ ക്രിസ്മസിന് ഫ്രീ ആയിട്ടുള്ള കുറേ ഇവൻറ്റുകളുണ്ട് കേട്ടോ. ഫ്രീ ആയിട്ടാണെങ്കിലും മെമ്മറീസൊക്കെ പ്രൈസ്ലെസ് ആണ് കേട്ടോ. ഇത്തരത്തിലുള്ള നിമിഷങ്ങളിൽ നമ്മൾ ലൈഫിനെ കുറിച്ചൊക്കെ ഒന്ന് ഡെയിലി ടെൻഷനും പ്രശ്നങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഓവർ തിങ്കിങ്ങും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവയെല്ലാം മറക്കും. നമ്മൾ കുറച്ച് നേരം മറന്ന് സന്തോഷമായിട്ടിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരോടും എനിക്കും പറയാനുള്ള ഒരു കാര്യമാണ്, ജീവിതത്തിൽ സമയം കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചെറിയ യാത്രകൾ, ചെറിയ സന്തോഷങ്ങൾ, അതൊക്കെയല്ലേ നമുക്ക് പിന്നെയും നോക്കുമ്പോൾ ആലോചിച്ച് സന്തോഷിക്കാൻ പറ്റും. ലൈറ്റ്സ് ഒക്കെ കത്തി കേട്ടോ. ഈ ജെറ്റിലുള്ളതും സൂപ്പറായിരുന്നല്ലോ, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ചെറിയൊരു സാന്താക്ലോസിൻ്റെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് വാട്ടർ ഷോ ആയിരുന്നല്ലോ. അതിങ്ങനെ ആ ട്രീ ഒക്കെ ചുറ്റി നടന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ക്ലാപ്പും ഒക്കെ ആയിരുന്നു. കുട്ടികളും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഈ ജെറ്റിൽ ഇങ്ങനെ പോണതും ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. അവരിങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ ഫ്ലാഗ് പോലെയൊക്കെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഈ ലൊക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫയർ വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ബോട്ടിൽ സാന്താക്ലോസ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവരും ഇങ്ങനെ റൗണ്ടൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കാത്തിരുന്ന ഫയർ വർക്ക്സ് തുടങ്ങി കേട്ടോ. ഭയങ്കര രസമായിരുന്നു. പിള്ളേരെല്ലാം ഭയങ്കരമായിട്ടും സന്തോഷമായി, എല്ലാവർക്കും ഹാപ്പിയായി, ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ.
അങ്ങനെ ഒരു 10-15 മിനിറ്റ് നല്ലൊരു സൂപ്പർ ഫയർ വർക്സും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളും തിരിച്ചു. നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ സൈഡിൽ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു നല്ല ദിവസമായിരുന്നു കേട്ടോ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ ബൈ.